നിങ്ങളെപ്പോഴും ചായ കുടിക്കാനായി വിളിക്കുന്ന സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്തിന് ഈ കഥ ഒന്ന് അയച്ചു കൊടുത്തേക്ക്. ഒരു ഇലയിൽ തുടങ്ങിയ ചരിത്രം സങ്കല്പിച്ചു നോക്കൂ. ആ ഒരു ചെറിയ ഇല ആ തിളയ്ക്കുന്ന വെള്ളത്തിൽ വീഴില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യത്തെ സൗഹൃദം ഒരിക്കലും തുടങ്ങില്ലായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ആശയങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു. ഇരിക്കൂ, നമുക്കൊരു ചായ കുടിക്കാം എന്ന് അച്ഛൻ ഒരിക്കലും പറയില്ലായിരുന്നു. കാരണം ഒരുപക്ഷെ ചായ എന്നൊന്നും ഉണ്ടാകില്ലായിരുന്നു. കഥ എങ്ങനെയാണ്? ഏകദേശം 4700 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ചൈനയിലെ ഷെനോങ് എന്ന ചക്രവർത്തി വെള്ളം തിളപ്പിക്കുകയായിരുന്നു. യാദൃശ്ചികമായി കുറച്ച് കാട്ടുചെടിയുടെ ഇലകൾ ആ പാത്രത്തിൽ വീണു. വെള്ളത്തിന്റെ നിറം മാറി, മണം മാറി. അദ്ദേഹം അത് രുചിച്ചു നോക്കി. താനൊരു പുതിയ പാനീയം, തേയില കണ്ടുപിടിക്കുകയാണെന്ന് അന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം ചായ മലകളും കടലുകളും താണ്ടി യാത്ര ചെയ്തു. 1800-കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആസാമിൽ തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചു. അതൊരു കച്ചവടത്തിന് വേണ്ടിയായിരുന്നു, ബന്ധങ്ങൾ വളർത്താനായിരുന്നില്ല. പക്ഷേ ഇന്ത്യ അവിടെ അതൊരു മാന്ത്രികത കാട്ടി. ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു ചായ കച്ചവടക്കാരൻ അതിലേക്ക് പാല് ചേർത്തു, പഞ്ചസാര ചേർത്തു, ഇഞ്ചിയും ഏലക്കയും ചേർത്തു. അങ്ങനെ ടീ ചായയായി മാറി. കൂടുതൽ കടുപ്പമുള്ളത്, കൂടുതൽ ഊഷ്മളമായത്, നമ്മുടേത് മാത്രമായത്. പതുക്കെ പതുക്കെ ചായ ഒരു പാനീയത്തെക്കാൾ ഉപരിയായി മാറി. അതൊരു ഇടവേളയ്ക്കുള്ള കാരണമായി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ചായ കുടിച്ചാലോ എന്ന ചോദ്യത്തിന് എത്ര സൗഹൃദങ്ങളാണ് തുടങ്ങുന്നത്. കാശ്മീരിൽ കവയും, മുംബൈയിൽ കട്ടിംഗ് ചായയും, കേരളത്തിൽ സുലൈമാനിയും, രാജസ്ഥാനിൽ നല്ല കടുപ്പമേറിയ മസാല ചായയും. സ്ഥലങ്ങൾ വേറെയാണെങ്കിലും പക്ഷേ വികാരം ഒന്ന് തന്നെ. ഒരു ചായ അപരിചിതരെ പോലും സൗഹൃദമുള്ളവരാക്കി മാറ്റും. യാത്രയുടെ അർത്ഥവും അത് തന്നെയാണ്. സ്ഥലങ്ങൾ കാണുക മാത്രമല്ല, ബന്ധങ്ങൾ ഉണ്ടാക്കുക കൂടിയാണ്. യാദൃശ്ചികമായി വീണ ആ ഒരൊറ്റ ഇല കോടിക്കണക്കിന് സംഭാഷണങ്ങൾക്ക് വഴി തുറന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു കപ്പ് ചായ കയ്യിലെടുക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ വെറും ഒരു ചായ കുടിക്കുകയല്ല, നിങ്ങൾ ചരിത്രത്തെയാണ് കയ്യിലെത്തുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തൊരു കഥ ആ ചായ കപ്പിൽ കാത്തിരിക്കുന്നുണ്ടാവും.